നയന ചിത്ര ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നയന ലേറ്റസ്റ്റ് ഹിറ്റ്സിൽ സെലക്ട് ചെയ്തത്. ചോദിക്കാം ചേച്ചി. നയന ചേച്ചി നന്നായിരുന്നു നയന. താങ്ക് യു ചേച്ചി. ഈ പാട്ട് അങ്ങനെ ആരും ഒരു കോമ്പറ്റീഷന് പാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഫിലിം ഇറങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു അത് അങ്ങനെ അത്ര പോപ്പുലർ ആയിട്ടില്ലായിരുന്നു ഈ പാട്ട്. നയന പാടിയതിനകത്ത് തുമ്പികൾ തുമ്പി ആ നോട്ട് ദൈവതം ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിമുഖമി അവിടെയും ക്ലാരിറ്റി കുറഞ്ഞിരുന്നു. ചരണമാണോ മധുകൊണ്ടുറങ്ങിയ ഫസ്റ്റ് ചരണം അവിടെയും അവിടെ ഒരു നോട്ടിൽ ശ്രുതിയും പോയിരുന്നു, സംഗതിക്ക് ക്ലാരിറ്റിയും കുറവായിരുന്നു. വാടിയ നിന്നുടെ അവിടെയും ശ്രുതി. സെക്കൻഡ് ചരണത്തില് അരികിലിരുന്നൊരു മുത്തെ അവിടെ ഒരു ക്ലാരിറ്റി മിസ് ചെയ്തിരുന്നു. പാടിയ പാട്ടുകൾ നീ മറന്നോ അല്ല നീ പാടുമ്പോ തോന്നിയിരുന്നു അവിടെ പോകുന്നുണ്ടെന്നുള്ളത്. ഈ ലാസ്റ്റ് ഇംപ്രവൈസേഷൻ ചെയ്തത് എന്തായിരുന്നു? അത് ഉള്ളതാണോ അതോ മോള് ചെയ്തതാണോ? ഒന്ന് പാടുമോ? അത് എനിക്ക് മനസ്സിലാവുണ്ട്. അത് നോട്ട് അവിടെ അവിടെ കുറഞ്ഞു നിന്നിരുന്നു നേരത്തെ കേട്ടോ. എങ്ങോ ടച്ച് പാടി വരുമ്പോ മുകളിലെത്തുമ്പോ കുറഞ്ഞു പോകണം. അത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ശ്രേയാ നയന നന്നായിരുന്നു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുഴപ്പമില്ല, ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. മധു കൊണ്ടിറങ്ങിയ ആ പോർഷൻ ഒന്ന് പാടി. മഴവില്ലിന്നഴകുള്ള നിൻ കവിൾ പൂവിലെ മധു കൊണ്ടുറങ്ങിയരാ ആ പോർഷൻ മധു കൊണ്ടുറങ്ങിയരാവിൽ. അതെങ്ങനെയാണോ ചിത്ര എങ്ങനെയാ പാടിയത്? മധു കൊണ്ടുറങ്ങിയരാവിൽ മധു കൊണ്ടുറങ്ങിയരാ കുറച്ചൊരു ഒരു റഷ് ചെയ്ത് പോണു മോള്, കുറച്ചൊരു സമാധാനത്തിൽ. മധു കൊണ്ടുറങ്ങിയരാവിൽ. ഓക്കെ. പിന്നെ മിഴി കൊണ്ടൊഴിഞ്ഞതും ഞാൻ മിഴി കൊണ്ടൊഴിഞ്ഞ അങ്ങനെ ആ ഒരു മിഴി കൊണ്ടൊഴിഞ്ഞതും നീ മറന്നു. ആ പോർഷൻ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിക്കോ അവരുടേതായിട്ടുള്ള ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരും, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഞാൻ മിഴി കൊണ്ടൊഴിഞ്ഞതും അങ്ങനത്തെ ആ ഭംഗി അതിനകത്ത് കൊണ്ടുവരണം. എന്തായാലും ഇത്രയും കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല വോയിസ്, നന്നായിട്ട് പാടിയിട്ട്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശ്രേയാ. രാധിക എനിക്കിഷ്ടായി നയന. താങ്ക് യു ചേച്ചി. ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഏത് സിനിമയിലാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിനകത്ത് ഈ മൂവിയിലെ വേറൊരു സോങ് ആണ്, ഒരു മഴയുള്ള രാത്രി എന്ന് പറഞ്ഞിട്ട് വിജുചേട്ടൻ പാടിയ പാട്ടാണ്. അതെ അതെ, എനിക്ക് ആ സോങ് ആണ് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നത്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല അധികം. അപ്പൊ എനിവേ എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമായി. നാനയുടെ കോസ്റ്റ്യൂം ഇഷ്ടമായി, എന്താ കമ്മല് ചെരുപ്പ് എല്ലാം ഭയങ്കര മാച്ചിങ് ആയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. And finally, ശരത് sir. നയന സർ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ടോട്ടലി ഒരു കാര്യം പറയാനുണ്ട്. നയന പാടുന്ന ഇപ്പൊ സംഗതികൾക്കെല്ലാം ഒരു ആ നാച്ചുറൽ ഫീൽ പോയിട്ട് വല്ലാത്തൊരു ആർട്ടിഫിഷ്യാലിറ്റി കടന്നു കൂടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റാനുള്ള ശ്രമം തുടങ്ങണം. ശ്രമിക്കുന്നുണ്ട് സർ. ശ്രമിച്ചാൽ പോരാ, നടത്തി കാണിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ എഴുതിയേക്കുന്ന മധുവുണ്ട്, മഴവില്ലൻ, അതൊക്കെ മോളെ ശരിയാക്കാം. ഉറങ്ങിയ എന്നുള്ളതിന്റെ ആ സംഗതി കുറച്ച് ഷാർപ്പാണ് മോള് പാടുക. അങ്ങനെ അല്ലാണ്ട് പെർഫെക്റ്റ് പിച്ചിങ്ങിൽ പാടണം. തുണ്ട് പല്ലവി തൊടിയിലെ അത് ശ്രുതി. നീ മറന്നോ എന്നുള്ള സ്ഥലത്ത് ശ്രുതി മൊത്തം മറന്നല്ലേ. നീ ശ്രുതി മറന്നോ? നീ മോക്ക തോന്നിയോ അത് കൈവിട്ടു പോയെന്ന്? അതുപോലെ ലാസ്റ്റ് പല്ലവിയില് പോലെ എന്നുള്ളത് ഫസ്റ്റ് പോലെ, അതും മോക്ക് കുറച്ച് ആ സംഗതി ശ്രുതി. പിന്നെ ചേച്ചി പറഞ്ഞു എങ്ങോ എത്തിയില്ല, അത് എങ്ങോ ആയിരുന്നു കേട്ടോ. അതല്ലാണ്ടായി പോകണം. ഒരു പാട്ടുപാടിയിൽ ക്ലീനായിട്ട് ഇനി ഞങ്ങളെ കൊണ്ട് എത്ര കാലം പറയിക്കും കേട്ടോ മോളെ. നന്നായിക്കണം. ഓൾ ദി ബെസ്റ്റ്. Thank you, judges. Okay, Nana. Nana read third round marks. Shreya out of 30. 1 Plus 22. 22 ആണോ 3 ആണോ? 23. ശരത് sir. 2 Plus 21. താങ്ക് യു സർ. 23. ചിത്ര ചേച്ചി
3 plus plus 20. 23. Rafik out of 10. 8. 8. Total marks 77. 77 marks ആണ് ഞാനയുടെ third round judges നൽകിയത്, which is very good. They really liked your song. നന്നായി ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിൽ വന്ന് പാടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. പ്ലീസ് എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ.